എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ത്യയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വിപണിയിൽ എത്തിക്കാൻ പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ 2015 അവതരിപ്പിക്കുകയും കഴിഞ്ഞ വർഷം കാണിക്കുകയും ചെയ്ത സ്വർണം പണമാക്കാൻ പദ്ധതി ഗോൾഡ് മോണിറ്ററൈസേഷൻ സ്കീം പരിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം. 10 ലക്ഷം കിലോ സ്വർണം ഇങ്ങനെ ശേഖരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരത്തെ ബാങ്കുകൾക്ക് മാത്രമാണ് ജനങ്ങളിൽ നിന്നും സ്വർണം ശേഖരിക്കാൻ കഴിഞ്ഞത്. ഇക്കുറി ജ്വല്ലറികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ രാജ്യത്തുള്ള സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിന് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പകരം രാജ്യത്തെ സ്വർണശേഖരം നിയമപരമായി ഉപയോഗിക്കാനുള്ള സംവിധാനം വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവഴി സ്വർണ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനും കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. രാജ്യത്തെ സ്വർണ ശേഖരണത്തിന്റെ 5% വിപണിയിൽ എത്തിച്ചാൽ പണലഭ്യത 8.5 ലക്ഷം കോടിയെങ്കിലും കൂട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വീടുകളിലുള്ള സ്വർണത്തിന്റെ 5% പുറത്തെടുത്ത് റീസൈക്കിൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഇറക്കുമതി പൂർണ്ണമായും നിർത്താമെന്നും വിദഗ്ധർ പറയുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 7240 കോടി രൂപയാണ് സ്വർണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് ലഭിച്ചത്. ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ 10 ഗ്രാം മുതൽ എത്ര തൂക്കമുള്ള സ്വർണവും നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിച്ച് പലിശ വരുമാനം നേടാനും കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുമുള്ള പദ്ധതിയായിരുന്നു. കാലാവധി എത്തിയാൽ അതേ തൂക്കത്തിലുള്ള സ്വർണമോ വിപണി വിലയോ ലഭിക്കുന്നതാണ്. 2015 ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിനുമായിരുന്നു കേന്ദ്ര സർക്കാർ നിർണായകമായ നീക്കം നടത്തിയത്. എന്നാൽ 10 വർഷത്തിനു ശേഷം ഇങ്ങനെ എത്തിയത് 38 ടൺ സ്വർണം മാത്രമായിരുന്നു. ഇതിനിടയിൽ സ്വർണവിലയും വല്ലാതെ കുതിച്ചുയർന്നു. നിക്ഷേപിച്ചവർക്ക് ഉയർന്ന തുകയും 2% പലിശയും നൽകിയത് കേന്ദ്ര സർക്കാരിന് വലിയ ബാധ്യതയുണ്ടാക്കി. ഇതോടെ പദ്ധതി കഴിഞ്ഞ വർഷം നിർത്തി. ഇക്കുറി സർക്കാർ പലിശ നിരക്കിൽ പദ്ധതി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വിവരം. സാധാരണക്കാർക്ക് വീടുകളിൽ വെറുതെ ഇരിക്കുന്ന സ്വർണത്തിൽ നിന്നും പലിശ വരുമാനം നേടാനുള്ള അവസരം കൂടിയായിരിക്കും ഇത്. മറ്റൊരു അറിയിപ്പ്, KSRTC ബസ്സുകളിൽ മുതിർന്ന പൗരന്മാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ അനധികൃതമായി ഇരുന്ന് യാത്ര ചെയ്യുകയും അവർ കയറുമ്പോൾ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ യാത്രക്കാരിൽ നിന്നും 100 രൂപ പിഴ ഈടാക്കുമെന്ന് KSRTC വ്യക്തമാക്കി. മുതിർന്ന പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കാനും പൊതുയാത്രകളിൽ പാലിക്കേണ്ട സാമൂഹിക മര്യാദകളെക്കുറിച്ച് യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകാനും ഇത്തരമൊരു നടപടി എന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ ലാഭിക്കാൻ കഴിയുന്ന തുക നിക്ഷേപിക്കാൻ സ്ത്രീകൾക്ക് KSFEയിൽ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിലെ വനിതകൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് പിങ്ക് ചിട്ടിയുടെ ലക്ഷ്യമെന്നും KSRTCയിലെ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക ഈ പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിച്ച് അവർക്ക് സ്വന്തമായി ഒരു കരുതൽ ഒരുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതി വഴി സർക്കാരിനുണ്ടാകുന്ന 1000 കോടി രൂപയുടെ നഷ്ടം വെറുമൊരു സാമ്പത്തിക നഷ്ടമായി താൻ കാണുന്നില്ല. ഈ പദ്ധതി കേരളത്തിലെ വലിയൊരു സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന് കാരണമാകും. 1000 കോടി രൂപയുടെ മൂല്യമുള്ള മാറ്റമാണ് ഇതിലൂടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ബസ് യാത്രയിലൂടെ ലാഭിക്കുന്ന ഈ പണം സ്ത്രീകൾക്ക് പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് ഭാവിയിൽ ഒരു വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും യാത്രയിലെ ഈ ലാഭം പിങ്ക് ചിട്ടി വഴി വനിതകളുടെ കയ്യിലേക്ക് എത്തുന്നതോടെ അവരുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം പ്രിയദർശിനി പദ്ധതിയിൽ ഉണ്ട് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ കൂടുതൽ പേർക്ക് BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻഗണനാ വിഭാഗത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, സ്വന്തമായി ആവശ്യത്തിനുള്ള സ്വകാര്യ 4 ചക്ര വാഹനം, കൃഷിയോഗ്യമല്ലെങ്കിലും ആണെങ്കിലും ഒരേക്കറിലധികം ഭൂമി ഇവയൊക്കെ ഉണ്ടെങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് അർഹതയില്ല. ഇവയിലൊരു ഇളവ് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് വീട്, 800 cc മുകളിലുള്ള വാഹനം, കൃഷിയോഗ്യമല്ലാത്തതോ മറ്റു തരത്തിൽ ഉപയോഗിക്കാനാവാത്തതോ ആയ ഒരേക്കറിലധികമുള്ള ഭൂമി എന്നിവ ഉണ്ട് എങ്കിലും മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ കെ ഹിമയ്ക്ക് നിർദ്ദേശം നൽകിയത്. മുൻഗണനാ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം നിശ്ചയിക്കാൻ അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് അധികാരം ഉണ്ട്. രണ്ടാം പിണറായി സർക്കാർ നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും വൻതോതിലുള്ള പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000-ലധികം ഒഴിവുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും ഉള്ളത്. അപേക്ഷകൾ ക്ഷണിക്കുമ്പോഴെല്ലാം ഇതിലേക്ക് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ വരുന്നില്ല. അതുകൊണ്ടാണ് മാനദണ്ഡത്തിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ റേഷൻ കാർഡിന് വേണ്ടി ചെറിയ വീട് വെക്കാൻ കഴിയില്ല. കാരണം വീട്ടിലെ അംഗബലത്തിനനുസരിച്ച് വീട് വലുതാക്കേണ്ടി വരും. പക്ഷെ ദരിദ്ര കുടുംബമാണ് എങ്കിൽ പോലും അവർക്ക് ഈ കാരണത്താൽ റേഷൻ കാർഡിന്റെ മുൻഗണനാ പദവി നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടിന്റെ പ്രശ്നം കാരണം ഒട്ടേറെ പട്ടികജാതി കുടുംബങ്ങളടക്കം മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനാവാതെ വലയുന്നുണ്ട്. ഇതിൽ പലരുടെയും വീടിന്റെ സ്ഥിതിയും പരിതാപകരമാണ്. വീടിന്റെ വിസ്തീർണത്തിൽ ഇളവ് നൽകുന്നതിൽ പട്ടികജാതി പട്ടികവർഗ തദ്ദേശ വകുപ്പും അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരേക്കറിലധികം സ്ഥലം ഉണ്ട് എങ്കിലും വെള്ളക്കെട്ടും മറ്റുമായി കൃഷിയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ കുട്ടനാടിലും മറ്റുമുണ്ട്. വീട്ടിലെ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പ്രായമായവരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനെങ്കിലും ഒരു ചെറിയ വിലക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്താൽ പോലും മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇതിന് എല്ലാമാണ് ഇനിയൊരു മാറ്റം വരാൻ പോകുന്നത്. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സപ്ലൈകോയിലൂടെയുള്ള ജൂലൈ മാസത്തെ സബ്സിഡി സാധനങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ലോകകപ്പ് ഓഫറിന്റെ അടിസ്ഥാനത്തിൽ 11 ഇനം പാക്കറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഓരോ ടീമും ഗോൾ അടിക്കുന്നതിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള വിലയിൽ ശതമാനക്കുറവ് ഉണ്ടാകുന്നതാണ്. ആവശ്യമുള്ളവർ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ BPL റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായിട്ടും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.